Hi friends, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss about the management of working capital. In this section we will be discussing about what is a working capital, what are the different types of working capital, its concept and determinants of working capital. At first, let us see what is a working capital. It refers to that part of capital which is required for meeting or financing short-term or current assets of the business such as cash, inventories, debtors and marketable securities. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേമിലേക്ക്, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൻ്റെ ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ്സ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ, നമ്മുടെ കയ്യിലുള്ള ഓവറോൾ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ ഷോർട്ട് ടേമിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ട് ഓഫ് ദി ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുക. The funds invested in current asset are revolving fast and are converted from one form to another, such as cash to inventory, inventory to debtors, debtors to receivables and receivables into cash. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം നമ്മൾ കറണ്ട് അസറ്റിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന രൂപേണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ക്യാഷ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് എപ്പോഴും ആ ഒരു ഫോം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ക്യാഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻവെൻട്രി എന്ന രൂപത്തേക്ക് മാറും, ഇൻവെൻട്രിയിൽ നിന്നും ഡെപ്റ്റേഴ്സിലേക്ക്, ഡെപ്റ്റേഴ്സിൽ നിന്നും റിസീവബിൾസിലേക്ക് ആൻഡ് ഫൈനലി റിസീവബിൾസിൽ നിന്നും തിരിച്ച് പഴയ ക്യാഷിലോട്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. നമ്മൾ ക്യാഷ് ഫോമിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്ത് ക്യാഷിൻ്റെ രൂപത്തിൽ നിന്നും മാറി ഇൻവെൻട്രിയിൽ നിന്നും ഡെപ്റ്ററിലേക്കും റിസീവബിൾ അങ്ങനെ പല ഫോംസിലേക്ക് മാറി തിരിച്ച് ക്യാഷിലേക്ക് വരുന്ന ഒരു സർക്കുലേറ്റിംഗ് ടൈപ്പ് ഓഫ് ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ. In other words, working capital is the amount of funds necessary to cover the cost of operating an enterprise. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടന്നു പോകാനായിട്ട് നമുക്ക് ആവശ്യമാകുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുക. ഇസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് നെസസറി ടു കവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ആൻ എന്റർപ്രൈസ്. ഒരു എന്റർപ്രൈസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടന്നു പോകണമെങ്കിൽ ആവശ്യമാകുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുക. If so, what is working capital management? It refers to all aspects of managing current asset and current liabilities. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന കറണ്ട് അസറ്റ്സിനെയും കറണ്ട് ലൈബിലിറ്റീസിനെയും, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന അസറ്റ്സിനെയും ലൈബിലിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സച്ച് ആസ് ക്യാഷ്, റിസീവബിൾസ് ആൻഡ് ഇൻവെൻട്രീസ്. നമ്മൾ ആദ്യമേ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു സർക്കുലേറ്റിംഗ് ക്യാപിറ്റലാണ്. ക്യാഷ് എന്ന രൂപത്തിൽ വരും, പിന്നീട് റിസീവബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഇൻവെൻട്രി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പല ഫോംസിനെ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ മാനേജറിയൽ സ്ട്രാറ്റജി designed to monitor and utilize the components of working capital to ensure the most financial efficient operation of the company. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിലെ കമ്പോണൻസിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുക. അതായത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ പല കമ്പോണൻസ്, ക്യാഷ് ആയിട്ടായിരിക്കും, റിസീവബിൾസ് ആയിട്ടായിരിക്കും, ഇൻവെൻട്രീസ്, അങ്ങനെ പല കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ എല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിനെല്ലാം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ബിസിനസ്സിൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ എഫിഷ്യൻ്റ് ആയിട്ട് കമ്പനി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Next, we are going to discuss about the different types of working capital. Working capital may be divided into permanent working capital and temporary working capital on the basis of time. Permanent working capital is the minimum amount of investment in all current assets which must be kept in order to carry on the business. ഒരു ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യാനായിട്ട് ആവശ്യം വരുന്ന മിനിമം എമൗണ്ട് എല്ലാ കറണ്ട് അസറ്റ്സിലും കൂടെ ബിസിനസ്സിന് അത്യാവശ്യം
ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള എല്ലാ കറണ്ട് അസറ്റ്സിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മിനിമം എമൗണ്ടിനെയാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർമനൻ്റ്ലി ലോക്ക്ഡ് അപ്പ് ഇൻ ദ ബിസിനസ്സിന് സ്ഥിരമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. Temporary working capital is the working capital which is needed over and above the fixed working capital. നമ്മൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമുക്ക് വേണം, എന്നാൽ മാത്രമേ ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് അതിന് അധികമായിട്ട് നമുക്ക് ആവശ്യം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇറ്റ് ഈസ് ദ എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ നീഡഡ് ടു സപ്പോർട്ട് ദ ചേഞ്ചിങ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ആക്ടിവിറ്റീസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലാതെ നമ്മൾ പ്രൊഡക്ഷനിലോ സെയിൽസിലോ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആവശ്യം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് എപ്പോഴും നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഇറ്റ് ഈസ് എ ടെമ്പററി നീഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെയാണ് അതിനെ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഓൺ ദ ബേസ് ഓഫ് ടൈം വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് temporary working capital. Permanent working capital is the capital which is locked up in the business for permanently. Temporary working capital is the extra working capital needed to support the changes. To bring more clarification in the definition of working capital can be defined on the base of three concepts: gross working capital, net working capital and zero working capital. At first, what is gross working capital? It is the sum of total investment in current asset in a company. ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. എന്താണ് കറണ്ട് അസറ്റ്? കറണ്ട് അസറ്റ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. 1 year പീരീഡിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുക. The second concept is net working capital. It is the excess of current asset over current liabilities. നമ്മുടെ ബിസിനസ്സിലെ കറണ്ട് ലയബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം 1 yearൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള നമ്മുടെ ലയബിലിറ്റീസിനെ എല്ലാം മീറ്റ് ചെയ്തതിന് ശേഷം എക്സസ് ഉണ്ടാകുന്ന കറണ്ട് അസറ്റിനെയാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിൽ അറിയപ്പെടുക. കാൽക്കുലേറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. If current asset exceeds current liabilities, it is known as positive working capital, and if current asset are less than current liabilities, it is known as negative working capital. And the third concept is zero working capital. It is a situation where current assets are equal to current liabilities. ഒരു കമ്പനിയുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സീറോ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇത്തരത്തിലുള്ള 3 കോൺസെപ്റ്റുകളാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക: ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ. Next, we are going to discuss about the determinants of working capital. It is very difficult to determine an optimum level of working capital to be maintained by different firms in different situations. This is because of the fact that working capital requirements of firms depend upon various factors. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ബിസിനസ്സിന് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം അല്ലെങ്കിൽ എത്ര ആവശ്യം വരും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് നമ്മളിവിടെ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓരോ ഫാക്ടേഴ്സായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The first determining factor is nature of business. It influences the magnitude of working capital. ഒരു ബിസിനസ് ഏത് നേച്ചറിലുള്ളതാണെന്ന് അനുസരിച്ചായിരിക്കും ആ വർക്കിംഗ് ക്യാപിറ്റൽ ഏത് മാഗ്നിറ്റ്യൂഡിൽ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി, അതായത് ഇലക്ട്രിസിറ്റി, റെയിൽവേ പോലത്തെ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വളരെ കുറച്ച് മതി. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹൈ ആയിരിക്കും. പക്ഷേ വർക്കിംഗ് ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് സെയിൽസ് തന്നെ ഡയറക്റ്റ് സെയിൽസ് മാത്രമേ ഉണ്ടാവും, ക്രെഡിറ്റ് സെയിൽസ് ഇല്ല, ഇൻവെൻട്രീസ് ഇല്ല. അതുപോലുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായുള്ള എക്സ്പെൻസസ് വളരെ കുറവാണ്. അവർക്ക് ഫസ്റ്റ്ലി ഇനിഷ്യൽ ഫിക്സഡ് അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി ആണെങ്കിൽ അവർക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. അറ്റ് ദ സെയിം ടൈം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് സെയിൽസിൽ ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവും, നോർമൽ സെയിൽ ഉണ്ടാവും, ഇൻവെൻട്രീസ് ഉണ്ടാവും. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടറാണ് നേച്ചർ ഓഫ് ബിസിനസ്. ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണോ അതനുസരിച്ചിരിക്കും എത്രത്തോളം working capital requirement ഉണ്ടാകും എന്നുള്ളത്. The second determining factor is size of the business. Larger the size of the business, greater will be the need of working capital and vice versa. അതായത് ഒരു ബിസിനസ്സിൻ്റെ സൈസ് അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ഒരു സ്മോൾ സ്കെയിൽ സെക്ടർ ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ കുറച്ച് മതി. ലാർജ് സ്കെയിൽ സെക്ടർ ആണെങ്കിൽ അവർക്ക് ഹൈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ഫാക്ടറാണ് സൈസ് ഓഫ് ദ ബിസിനസ്. ഏത് സ്കെയിലാണ് ബിസിനസ് ഫംഗ്ഷൻ ചെയ്യുന്നത് അതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനും ചേഞ്ച് ഉണ്ടാവും. The third determining factor is volume of sales. The higher the volume of sales, larger will be the size of working capital and vice versa. അതായത് നമ്മൾ സെയിൽസിൻ്റെ എമൗണ്ട് കൂടുന്ന അല്ലെങ്കിൽ സെയിൽസ് കൂടുന്നതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടും. കാരണം എന്താണ്, സെയിൽസ് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഓപ്പറേഷൻ ആക്ടിവിറ്റീസിനും ഇൻക്രീസ് ഉണ്ടാവും. അതേപോലെ സെയിൽസ് കൂടുന്നതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ഉണ്ടാവും. സെയിൽസ് കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും കുറച്ച് മതിയാവും. The next determinant is terms of purchase and sales. If a firm allows very liberal credit terms to its customers, more funds will be tied up in book and working capital needs will be high. ഒരു ബിസിനസ് കൂടുതലും ക്രെഡിറ്റ് സെയിൽസ് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റിന് സെയിൽ അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യമായുള്ള പൈസ സെയിൽസിൽ നിന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടും. അപ്പോൾ ഒരു കമ്പനി കൂടുതൽ ക്രെഡിറ്റ് ടേംസ് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഹൈ ആയിരിക്കും. അവർ അത്രത്തോളം എല്ലാം ക്യാഷ് സെയിൽസ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ലാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വളരെ കുറവായിരിക്കും. The next factor is inventory turnover. If the inventory turnover is high, the working capital requirements will be low. ഒരു കമ്പനിയുടെ ഇൻവെൻട്രി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് കൃത്യമായ പ്രൊഡക്ഷനും കൃത്യമായ സെയിൽസും നടക്കുന്നുണ്ടെങ്കിൽ കൃത്യമായ ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടാവും. അതേപോലെ ഇൻവെൻട്രി ടേൺ ഓവർ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറവാണ്. അല്ല, ഇൻവെൻട്രി ടേൺ ഓവർ കുറവാണ്, സ്റ്റോക്ക് എപ്പോഴും നിലവിൽ ഹൈ സ്റ്റോക്ക് നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം എക്സ്പെൻസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഹൈ ആയിരിക്കും. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ ഹൈ ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും, ഇൻവെൻട്രി ടേൺ ഓവർ കുറവാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. The next factor is receivables turnover. A prompt collection of receivables and good facility for settling payables result in low working capital requirements. ഒരു ബിസിനസ്സിന് കിട്ടാനുള്ള പൈസ കൃത്യമായി കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റവും കൊടുക്കാനുള്ള പൈസ കൃത്യമായി സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റവും ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ കമ്പനിയുടെ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറവായിരിക്കും. The next factor is production cycle. The longer the production cycle, the greater the working capital. ഒരു ബിസിനസ്സിൻ്റെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടൈമിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്തും കൂടും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും കൂടും. പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം കുറവാണെങ്കിൽ അത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും കുറഞ്ഞു നിൽക്കും. Another important factor is working capital cycle. The longer the period of cycle, the larger the requirement of working capital. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു, അതൊരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, അത് സെയിൽ ചെയ്ത് തിരിച്ച് നമ്മുടെ ക്യാഷ് എത്തുന്ന സമയം, അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുക. നമ്മളൊരു ഫസ്റ്റ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ എമൗണ്ട് ക്യാഷ് കൊടുക്കുന്നു, അത് പിന്നീട് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അത് സെയിൽ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ കയ്യിൽ അത് ക്യാഷായിട്ട് തിരിച്ച് കയ്യിലെത്താനായിട്ട് നമുക്ക് എടുക്കുന്ന ടൈമിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുക. ഈ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കൂടും തോറും എന്ത് കൂടും, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടും. വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ കുറവാണെങ്കിൽ അത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറഞ്ഞു നിൽക്കും. നെക്സ്റ്റ് ഫാക്ടർ ഇസ് ബിസിനസ് സൈക്കിൾ. More working capital is required during the periods of prosperity and less during the period of depression. ഒരു ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ബിസിനസ് പലവിധ സ്റ്റേജിലൂടെ കടന്നു പോകും. ഡിപ്രഷൻ പീരിയഡ്, പ്രോസ്പെരിറ്റി പീരിയഡ്. പ്രോസ്പെരിറ്റി പീരീഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ് ചെയ്യുക. ഡിപ്രഷൻ പീരീഡിൽ നമ്മൾ ഒട്ടും എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രോസ്പെരിറ്റി പീരീഡിൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. ഡിപ്രഷൻ പീരീഡിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. Next factor is value of current assets. Decrease in the real value of current asset as compared to their book value reduces the size of working capital.
ഒരു ബിസിനസ്സിലുള്ള കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ അതിൻ്റെ ബുക്ക് വാല്യൂവിനെക്കാട്ടിൽ കുറയുകയാണെങ്കിൽ അത് എന്തിന് കാരണമാവും? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് കാരണമാവും. ഒരു കമ്പനിക്ക് ഉള്ള കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂ അതിൻ്റെ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് പ്രൈസിനെക്കാട്ടിൽ കുറയുകയാണെങ്കിൽ അത് എന്തിന് കാരണമാവും? വർക്കിംഗ് ക്യാപിറ്റൽ കുറയാനായിട്ട് കാരണമാവും. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വർക്കിംഗ് ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. The next factor influencing the working capital is credit control. A firm can improve its cash position with a sound credit policy. Credit policy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി നടത്തുന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ പലവിധ പോളിസീസ്, എത്രത്തോളം ലിബറലായിട്ടാണ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത്, കളക്ഷൻ പോളിസീസ് എന്തൊക്കെയാണ്, ഇതിനെ റിലേറ്റ് ചെയ്തിരിക്കും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സൈസ്. അതായത് നമ്മൾ നല്ല ലിബറലായിട്ടാണ് ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ബുക്ക് വാല്യൂവിൽ മാത്രമേ എമൗണ്ട് ഉണ്ടാവുള്ളൂ. ഡേ ടു ഡേ ഓപ്പറേഷൻസിലുള്ള ക്യാഷ് അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടും. അറ്റ് ദ സെയിം ടൈം ലിബറൽ അല്ല, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് ക്രെഡിറ്റ് ടേംസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറഞ്ഞിരിക്കും. The next factor is liquidity and profitability. If a firm gives more importance to liquidity, it is interested in maintaining a large amount of working capital. On the other hand, if firm is interested in profitability, employment of funds, it reduces size of its working capital. ഒരു ഫേം കൂടുതലും ലിക്വിഡിറ്റി, അതായത് ക്യാഷ് പൊസിഷൻ കൂടുതൽ ലിക്വിഡായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഹൈ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഫണ്ട്സിനെ എപ്പോഴും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനിയാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറവായിരിക്കും. അവർ കൂടുതലും ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും അവർ കൂടുതൽ ചെയ്യുക. The next factor is inflation. As a result of inflation, there may be a better inflow of cash and consequently the working capital is increased. Inflation സമയത്ത് നമുക്ക് കൂടുതൽ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൂടും? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഹൈ ആയിരിക്കും. The next factor is seasonal fluctuations. The size of working capital is large during busy seasons than slack seasons. അതായത് ഒരു ബിസിനസ് നമുക്ക് സീസണൽ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ തിരക്കുള്ള സമയത്ത് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. അത് ഓഫ് സീസൺ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മാത്രമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സീസണൽ ഫ്ലക്ച്വേഷൻസ്. ആൻഡ് ഫൈനലി, ചേഞ്ചസ് ഇൻ ടെക്നോളജി. Technological changes which reduces manual labor may reduce working capital, while application of technology which increases production and sales may increase working capital. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ്. ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം നമ്മുടെ മാനുവൽ ലേബർ കുറയുകയാണെങ്കിൽ നമുക്കത് വർക്കിംഗ് ക്യാപിറ്റൽ ബെനിഫിഷ്യൽ ആയിട്ട് വരും. നമുക്ക് റിക്വയർമെൻറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടെക്നോളജിക്കൽ ചേഞ്ച് കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷനും സെയിൽസും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കൂടാനായിട്ടും കാരണമായി തീരും. So these are the different factors that we consider while determining a working capital structure. So in this section we have discussed about what is a working capital, how can we manage a working capital, the different types of working capital and concept which we use to define working capital more specifically, and different factors which can be considered for determining an optimal working capital. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Thank you for listening and subscribe to our channel for more online classes. Bosco Campus Vision.